ഹായ്, നമ്മുടെ ഒ ഇ ടി സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒ ഇ ടി റൈറ്റിംഗിന്റെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. ഓക്കെ, ഒ ഇ ടി ലെറ്റേഴ്സിൽ നമ്മൾ പേഷ്യന്റിന്റെ പേരെങ്ങനെ അഡ്രസ് ചെയ്യണം, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് ഒ ഇ ടി ലെറ്റേഴ്സിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്ന് പേഷ്യന്റ് ഒരു അഡൽട്ട് ആണെങ്കിൽ, അതായത് 17 ആൻഡ് എബോ, ഒ ഇ ടിയിൽ നമ്മൾ 17 ആൻഡ് എബോ ആണ് അഡൽട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. 16 വയസ്സോ അതിൽ താഴെയുള്ള ആൾക്കാരെയാണ് ആണെങ്കിൽ നമ്മൾ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റ് ഒരു അഡൽട്ട് ആണെങ്കിൽ, സിനാരിയോ നമ്പർ 1. ഇനി സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റ് ഒരു കുട്ടിയാണെങ്കിൽ, അതായത് 16 അതിൽ താഴെയോ പ്രായമുള്ള ഒരു മൈനർ ആണെങ്കിൽ, ഇത് രണ്ടാമത്തെ സിനാരിയോ. ഇനി മൂന്നാമത് ഒരു സിനാരിയോയും കൂടി ഉണ്ട്. നമ്മുടെ പേഷ്യന്റിന് ഒരു മിഡിൽ നെയിം ഉണ്ടെങ്കിൽ, അല്ലെ, അതായത് ചില ആൾക്കാർക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രമല്ല ഒരു മിഡിൽ നെയിമും കൂടി ഉണ്ടാവും. അപ്പൊ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം? സോ ഇങ്ങനെ 3 സിനാരിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സിനാരിയോ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. വെൻ ദ പേഷ്യന്റ് ഈസ് ആൻ അഡൽട്ട്. പേഷ്യന്റ് അഡൽട്ട് ആണെങ്കിൽ ഒ ഇ ടി ലെറ്ററിൽ എങ്ങനെ പേഷ്യന്റിനെ അഡ്രസ് ചെയ്യണം? നമ്മൾ ഒരു ഒ ഇ ടി ലെറ്ററിൽ ഏറ്റവും ആദ്യം എവിടെയാണ് പേഷ്യന്റിന്റെ പേര് മെൻഷൻ ചെയ്യുന്നത്? റെഫറൻസിലാണ്, അല്ലെ, ഐഡന്റിഫിക്കേഷൻ പാർട്ടിലെ റെഫറൻസിലാണ്. അപ്പൊ പേഷ്യന്റ് ഒരു അഡൽട്ട് ആണ്. സപ്പോസ് നമുക്ക് ഇവിടെ പേഷ്യന്റിന്റെ പേര് ജോൺ സ്മിത്ത് എന്നെടുക്കാം. അപ്പൊ ഈ ജോൺ സ്മിത്ത് ആണ് നമ്മുടെ പേഷ്യന്റ്. ഇനി നമ്മുടെ റെഫറൻസിൽ ജോൺ സ്മിത്തിനെ എങ്ങനെ അഡ്രസ് ചെയ്യണം? ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം, അതായത് മിസ്റ്റർ ജോൺ സ്മിത്ത്. ഇങ്ങനെയാണ് പേഷ്യന്റിനെ അഡ്രസ് ചെയ്യേണ്ടത് റെഫറൻസിൽ, ഐഡന്റിഫിക്കേഷൻ പാർട്ടിലെ റെഫറൻസിൽ. അതിനുശേഷം നമ്മൾ പാരഗ്രാഫുകളിലേക്ക് വരികയാണ്. 4 പാരഗ്രാഫ്സ് ആണ് മെയിൻ ആയിട്ട് ഒ ഇ ടി ലെറ്ററിനുള്ളത്. ഇൻട്രോ പാരഗ്രാഫ് അഥവാ പർപ്പസ് പാരഗ്രാഫ്, പിന്നെ 3 ബോഡി പാരഗ്രാഫുകളുണ്ട്. അസസ്മെന്റ് പാരഗ്രാഫ്, ബാക്ക്ഗ്രൗണ്ട് പാരഗ്രാഫ് ആൻഡ് റെക്കമെൻഡേഷൻ പാരഗ്രാഫ്. ഓക്കെ, സോ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ പാർട്ടിലെ റെഫറൻസിൽ നമ്മൾ ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്തു, മിസ്റ്റർ ആഡം സ്മിത്ത്, അല്ലെ. ഇനി നമ്മുടെ ഇൻട്രോ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പർപ്പസ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ഇവിടെയും നമ്മൾ പേഷ്യന്റിനെ ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുക. നമ്മൾ റെഫറൻസിൽ എങ്ങനെയാണ് പറഞ്ഞത്? മിസ്റ്റർ ആഡം സ്മിത്ത് എന്ന്, അല്ലെ. ഇൻട്രോ പാരഗ്രാഫിൽ മിസ്റ്റർ ആഡം സ്മിത്ത് എന്ന് തന്നെ അഡ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ 3 ബോഡി പാരഗ്രാഫുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പേഷ്യന്റിനെ ഫുൾ നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടൈറ്റിൽ പ്ലസ് ലാസ്റ്റ് നെയിം ഉപയോഗിക്കാം. അതായത് ആഡം സ്മിത്ത് എന്നാണ് പേഷ്യന്റിന്റെ പേരെങ്കിൽ മിസ്റ്റർ സ്മിത്ത് എന്ന് നിങ്ങൾക്ക് ഈ 3 പാരഗ്രാഫുകളിലും പേഷ്യന്റിനെ അഡ്രസ് ചെയ്യാം. ഓക്കെ, സോ സിനാരിയോ നമ്പർ 1 ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റെഫറൻസിൽ ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം, അതായത് മിസ്റ്റർ ആഡം സ്മിത്ത്. നമ്മുടെ ഇൻട്രോ പാരഗ്രാഫിലും ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം, വീണ്ടും മിസ്റ്റർ ആഡം സ്മിത്ത്. ബാക്കി 3 ബോഡി പാരഗ്രാഫുകളിലും ജസ്റ്റ് ടൈറ്റിൽ പ്ലസ് ലാസ്റ്റ് നെയിം, അതായത് മിസ്റ്റർ സ്മിത്ത്. ഇനി നമുക്ക് രണ്ടാമത്തെ സിനാരിയോ കൺസിഡർ ചെയ്യാം. അതായത് പേഷ്യന്റ് ഒരു മൈനർ ആണെങ്കിൽ. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ആഡം സ്മിത്തിനെ തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ ആഡം സ്മിത്ത് എന്ന് പറയുന്ന നമ്മുടെ പേഷ്യന്റ് ഒരു 12 വയസ്സുള്ള ഒരു മൈനർ, ഒരു കുട്ടിയാണെന്ന് വെക്കുക. അപ്പം ഈ പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ ലെറ്ററിന്റെ ഓരോ ഭാഗത്തും അഡ്രസ് ചെയ്യണം എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെഫറൻസ്, ഐഡന്റിഫിക്കേഷൻ പാർട്ടിലെ റെഫറൻസ്, ഇവിടെ നിങ്ങൾ പേഷ്യന്റിന്റെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതായത് ടൈറ്റിൽ ഇല്ലാതെ മിസ്റ്റർ, മാസ്റ്റർ, അല്ലെങ്കിൽ എന്താണ് മിസ്, മിസ്സസ്, ബേബി, അങ്ങനെയുള്ള ഒരു ടൈറ്റിൽസും വേണ്ട. ജസ്റ്റ് പേഷ്യന്റിന്റെ ഫുൾ നെയിം യൂസ് ചെയ്യുക. അപ്പം ആഡം സ്മിത്ത് ആണെന്നാണ് പേഷ്യന്റിന്റെ പേരെങ്കിൽ ആഡം സ്മിത്ത് അങ്ങനെ എഴുതാം. ഓക്കെ, ഇൻട്രോ പാരഗ്രാഫിലും ഇതുപോലെ ടൈറ്റിൽസ് ഇല്ലാതെ ഫുൾ നെയിം യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ റെഫറൻസിലും ഇൻട്രോ പാരഗ്രാഫ് അഥവാ പർപ്പസ് പാരഗ്രാഫിലും ടൈറ്റിൽ ഇല്ലാതെ ജസ്റ്റ് പേഷ്യന്റിന്റെ ഫുൾ നെയിം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ ബോഡി പാരഗ്രാഫ്സിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് മെയിൻ ഡിഫറൻസ് ഇരിക്കുന്നത്. പേഷ്യന്റിനെ ഫസ്റ്റ് നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുക. ഓക്കെ, സോ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഒരു പേഷ്യന്റ് അഡൽട്ട് ആണെങ്കിൽ നമ്മൾ ടൈറ്റിൽ പ്ലസ് ലാസ്റ്റ് നെയിം ആണ് യൂസ് ചെയ്തത്, അല്ലെ, 3 ബോഡി പാരഗ്രാഫുകളും. പക്ഷെ പേഷ്യന്റ് ഒരു മൈനർ ആണെങ്കിൽ അസസ്മെന്റ് പാരഗ്രാഫിലും ബാക്ക്ഗ്രൗണ്ട് പാരഗ്രാഫിലും റെക്കമെൻഡ് പാരഗ്രാഫിലും ഫസ്റ്റ് നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുക. ആഡം സ്മിത്ത് എന്നാണ് പേഷ്യന്റിന്റെ പേരെങ്കിൽ ആഡം എന്ന് പേഷ്യന്റിനെ ഈ 3 പാരഗ്രാഫുകളിലും അഡ്രസ് ചെയ്യുക. ഓക്കെ, സോ സിനാരിയോ നമ്പർ 2 ക്ലിയർ ആയല്ലോ. നമ്മൾ റെഫറൻസിൽ ഫുൾ നെയിം മെൻഷൻ ചെയ്യുക. ഫസ്റ്റ് ഇൻട്രോ പാരഗ്രാഫിലും ഫുൾ നെയിം മെൻഷൻ ചെയ്യുക. ബാക്കി 3 ബോഡി പാരഗ്രാഫ്സിലും നമ്മൾ പേഷ്യന്റിനെ ഫസ്റ്റ് നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുക. ഓക്കെ, യെസ്, ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സിനാരിയോയിലേക്ക് കിടക്കാം. അതായത് പേഷ്യന്റിന് ഒരു ഫുൾ നെയിം അല്ല, സോറി, ഒരു മിഡിൽ നെയിം ഉണ്ടെങ്കിൽ. നമുക്കിപ്പം എന്താ ഒരു എക്സാമ്പിൾ, ഒരു പേര് എടുക്കുന്നത് എന്താണ്? ജോൺ ജേക്കബ് ഓസ്റ്റിൻ എന്നെടുക്കാം. ജോൺ ജേക്കബ് ഓസ്റ്റിൻ എന്നാണ് പേഷ്യന്റിന്റെ പേര്. അപ്പം ജോൺ എന്ന് പറയുന്ന ഫസ്റ്റ് നെയിം ഉണ്ട്, ജേക്കബ് എന്ന് പറയുന്ന ഒരു മിഡിൽ നെയിം ഉണ്ട്, ആൻഡ് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് നെയിം ഉണ്ട്. ഓക്കെ, ഈ പേഷ്യന്റിനെ എങ്ങനെ നമുക്ക് ലെറ്ററിൽ അഡ്രസ് ചെയ്യാം? നമ്മുടെ റെഫറൻസിൽ നമ്മൾ ഈ ഫുൾ നെയിം കൊടുക്കുക. അതായത് മിസ്റ്റർ ജോൺ ജേക്കബ് ഓസ്റ്റിൻ. ഓക്കെ, ഈ ജോൺ ജേക്കബ് ഓസ്റ്റിൻ ഒരു അഡൽട്ട് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ടൈറ്റിൽ പ്ലസ് ഫുൾ നെയിം ആണ് നമ്മൾ റെഫറൻസിൽ കൊടുക്കേണ്ടത്. മിസ്റ്റർ ജോൺ ജേക്കബ് ഓസ്റ്റിൻ, ടൈറ്റിൽ പ്ലസ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം.
ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ പാരഗ്രാഫ് അഥവാ പർപ്പസ് പാരഗ്രാഫിലോ ഇവിടെ ടൈറ്റിൽ പ്ലസ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം മതി, മിഡിൽ നെയിം വേണ്ട. അതായത് മിസ്റ്റർ ജോൺ ഓസ്റ്റിൻ എന്ന് നിങ്ങൾ ഇൻട്രോ പാരഗ്രാഫിൽ അല്ലെങ്കിൽ പർപ്പസ് പാരഗ്രാഫിൽ പേഷ്യന്റിനെ അഡ്രസ് ചെയ്യുക. ആൻഡ് ബോഡി പാരഗ്രാഫ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാ ഒരു അഡൽട്ട് പേഷ്യന്റിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്, ടൈറ്റിൽ പ്ലസ് ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ മിസ്റ്റർ ഓസ്റ്റിൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ പേഷ്യന്റിന് ഒരു മിഡിൽ നെയിം ഉണ്ട്, പ്ലസ് പേഷ്യന്റ് ഒരു അഡൽട്ട് ആണെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്, നമ്മുടെ റെഫറൻസിൽ ടൈറ്റിൽ പ്ലസ് ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം, അതായത് മിസ്റ്റർ ജോൺ ജേക്കബ് ഓസ്റ്റിൻ. നമ്മുടെ ഇൻട്രോ പാരഗ്രാഫിൽ ടൈറ്റിൽ പ്ലസ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം മിസ്റ്റർ ജോൺ ഓസ്റ്റിൻ. ആൻഡ് നമ്മുടെ 3 ബോഡി പാരഗ്രാഫുകളിൽ ടൈറ്റിൽ പ്ലസ് ലാസ്റ്റ് നെയിം മിസ്റ്റർ ഓസ്റ്റിൻ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മിഡിൽ നെയിം ഉള്ള ഒരു അഡൽട്ട് പേഷ്യന്റിനെ നിങ്ങൾ ലെറ്ററിന്റെ പല ഭാഗങ്ങളിലും അഡ്രസ് ചെയ്യേണ്ടത്. ഇനി മിഡിൽ നെയിം ഉണ്ട് പ്ലസ് പേഷ്യന്റ് ഒരു മൈനറും കൂടെ ആണെങ്കിലോ, നമ്മുടെ ജോൺ ജേക്കബ് ഓസ്റ്റിൻ എന്ന് പറയുന്ന ആൾ 10 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിലോ, അപ്പൊ റെഫറൻസിൽ നമ്മൾ ഫുൾ നെയിം വെക്കുക, ടൈറ്റിൽ ഇല്ലാതെ ഫുൾ നെയിം, അതായത് ജോൺ ജേക്കബ് ഓസ്റ്റിൻ, അങ്ങനെ നിങ്ങൾ റെഫറൻസിൽ അഡ്രസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ പാരഗ്രാഫ് അഥവാ പർപ്പസ് പാരഗ്രാഫിൽ ജോൺ ഓസ്റ്റിൻ, അവിടെ നമ്മൾ ടൈറ്റിൽ ഇല്ലാതെ ജസ്റ്റ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം യൂസ് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ബോഡി പാരഗ്രാഫുകളിലേക്ക് വരുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ ഫസ്റ്റ് നെയിം വെച്ചിട്ട് അഡ്രസ് ചെയ്യുന്നു, അതായത് ജോൺ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പേഷ്യന്റ് ഒരു മൈനർ ആണ് പ്ലസ് പേഷ്യന്റ് ഒരു മിഡിൽ നെയിം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, റെഫറൻസിൽ നമ്മൾ ഫുൾ നെയിം വെക്കുക, ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ആൻഡ് ലാസ്റ്റ് നെയിം, അതായത് ജോൺ ജേക്കബ് ഓസ്റ്റിൻ എന്ന് അഡ്രസ് ചെയ്യുക. നമ്മുടെ ഇൻട്രോ പാരഗ്രാഫിൽ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം മാത്രം വെച്ച് അഡ്രസ് ചെയ്യുക, ജോൺ ഓസ്റ്റിൻ. ആൻഡ് നമ്മുടെ 3 ബോഡി പാരഗ്രാഫുകൾ, ബാക്ക്ഗ്രൗണ്ട് അസസ്മെന്റ് ആൻഡ് റെക്കമെൻഡേഷൻ പാരഗ്രാഫുകൾ ഫസ്റ്റ് നെയിം ജോൺ എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? നമ്മുടെ 3 സിനാരിയോയും ക്ലിയർ ആയല്ലോ. പേഷ്യന്റ് ഒരു അഡൽട്ട് ആകുമ്പോൾ എങ്ങനെ അഡ്രസ് ചെയ്യണം, പേഷ്യന്റ് ഒരു മൈനർ ആണെങ്കിൽ എങ്ങനെ അഡ്രസ് ചെയ്യണം, ആൻഡ് പേഷ്യന്റിന് ഒരു മിഡിൽ നെയിം ഉണ്ടെങ്കിൽ, മിഡിൽ നെയിം ഉള്ള അവിടെ 2 സബ് സിനാരിയോ ഉണ്ട്, അവിടെയും പേഷ്യന്റ് അഡൽട്ട് ആണെങ്കിലും മൈനർ ആണെങ്കിലും എങ്ങനെ അഡ്രസ് ചെയ്യണം. ഓക്കെ, ഈ 4 സിറ്റുവേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു പേഷ്യന്റിന്റെ ആ ഒരു നെയിമിംഗ് കൺവെൻഷൻ അല്ലെങ്കിൽ പേഷ്യന്റിനെ ലെറ്ററിന്റെ ഓരോ ഭാഗത്തും എങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്നൊരു ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റായി പോസ്റ്റ് ചെയ്യാം. ഐ വിൽ റിപ്ലൈ ടു യുവർ കമന്റ്സ്. ഓക്കെ, സോ എന്താ, നമുക്ക് ഉടൻ തന്നെ OET റിലേറ്റഡ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.